സംവിധായകൻ സനൽകുമാർ ശശിധരൻ വിദേശത്തേക്ക് കടന്നതായി പോലീസ്. നടി മഞ്ജു വാര്യരുടെ പരാതിയിൽ ഇയാളെ പിടികൂടാൻ ശ്രമം നടത്തിയപ്പോഴാണ് വിദേശത്തേക്ക് കടന്നത് എന്ന് വ്യക്തമായതായി പോലീസ് അറിയിച്ചു. അതേസമയം നടിയുടെ ജീവന് ആപത്തുണ്ടെന്നും അക്കാര്യം അവരെ അറിയിക്കുകയാണ് ചെയ്തതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, രാവിലെ തന്നെ സനൽകുമാർ ശശിധരൻ്റെ പോസ്റ്റ് കാണുകയുണ്ടായി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുമ്പ് ഇത്തരത്തിൽ താൻ പറഞ്ഞപ്പോഴും തനിക്കെതിരെ കേസുണ്ടായി എന്നുള്ള ആ നേരത്തെയുള്ള കേസുമായുള്ളൊരു കണക്ഷൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം എവിടെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ സനൽകുമാർ ശശിധരൻ്റെ ഒരു പോസ്റ്റ് അദ്ദേഹം ഇന്നലെ 6 മണിക്കൂർ മുൻപാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഫേസ്ബുക്കിൽ. അതായത് 2022 ഇയാൾക്കെതിരെ ഒരു കേസ് പോലീസ് എടുത്തിരുന്നു. അതും ഇതേ നടിയുടെ പരാതിയിൽ തന്നെയാണ്. അന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. അന്ന് അയാൾ ഇവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്തു എന്നുള്ളതായിരുന്നു ഇയാൾക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റം. എന്തായാലും ഇന്നലെയും ഈ എളമക്കര പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതും സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ്. മാത്രമല്ല നിരവധി തവണ ഈ നടിയെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഇയാൾ നവമാധ്യമങ്ങളിലൂടെയും ഒപ്പം തന്നെ മറ്റിടങ്ങളിലും എല്ലാം പ്രസംഗിക്കുകയും അതേപോലെ തന്നെ എഴുതിയിടുകയും എല്ലാം ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ നടി പരാതി കൊടുത്തത്. ഈ പരാതിയിൽ പോലീസ് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുത്തിരിക്കുകയാണ്. ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല. കാരണം ഇയാൾ വിദേശത്തേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളെ പിടികൂടാൻ പോലീസ് ശ്രമം നടത്തിയിരുന്നു. ഈ സമയത്താണ് ഇയാൾ വിദേശത്തേക്ക് കടന്നതായി പോലീസ് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഈ പ്രതിയായി ആരോപിക്കപ്പെടുന്ന സനൽകുമാർ ശശിധരൻ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നടിയുടെ ജീവൻ ആപത്തുണ്ട്, ഇക്കാര്യം അവരെ അറിയിക്കുക മാത്രമാണ് താൻ ചെയ്തത്. മുൻപും ഇത് അറിയിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തനിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. അതും അർദ്ധരാത്രിയിൽ പോലീസ് കേസെടുത്തു എന്നുള്ളതാണ് ഇയാളുടെ ആരോപണം. ഇതെല്ലാം നടിയെ കൊണ്ട് മറ്റാരൊക്കെയോ ചെയ്യിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും നടിക്ക് ഇയാൾ വലിയ ശല്യമായി മാറിയിരുന്നു. ആ സാഹചര്യത്തിലായിരുന്നു അവർ ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നത്. പക്ഷേ ഇയാൾ ഈ സനൽകുമാർ ശശിധരനാവട്ടെ തന്നെ ഈ നടിയെ നിന്നും അകറ്റുന്നതിന് വേണ്ടി മറ്റാരൊക്കെ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ സ്വാഭാവികമായും വലിയ ആഴത്തിൽ ബന്ധമുള്ള ആളുകളെ രക്ഷിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി അത് മറ്റാരൊക്കെയും ചേർന്ന് തടയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നടിക്ക് ഇയാൾ വലിയൊരു ശല്യമായി മാറിയത് ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.